വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ ദൈവത്തിന് സ്തോത്രം വാക്യത്തിലോട്ടാണ് നമ്മുടെ സിദ്ധകളെ കൊണ്ടുപോകുന്നത്. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് ഹൃദ്യമായി നമ്മളോട് സംസാരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് വരട്ടെ. നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഒത്തിരി പേര് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പലരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ദൈവത്തിൽ നിന്ന് ലഭിക്കാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഒത്തിരി പ്രാവശ്യം മറുപടിക്ക് കൊതിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു മറുപടി പോലും കിട്ടാതെ പ്രാർത്ഥന നിർത്തിപ്പോയവരുടെ എണ്ണം ധാരാളമാണ്. ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം, പാസ്റ്റർ എത്ര നാൾ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക, എന്താ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് എന്ന് ചോദിക്കുന്ന ധാരാളം പേരുണ്ട്. അവരുടെയൊക്കെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ ആത്മീക സന്ദേശം. ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഒത്തിരി കാര്യങ്ങൾ ഈ 18-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വായിച്ചു നോക്കിയാൽ സ്തോത്രം, സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത എന്താണെന്ന് വായിക്കുന്നുണ്ട്. സ്വർഗത്തിൽ വലിയവൻ ആരാന്ന് വായിക്കുന്നുണ്ട്. നമുക്ക് 18-ാം അധ്യായം ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് സ്തോത്രം, ഹല്ലേലൂയ, 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 3-ാമത്തെ വാക്യം, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ എന്തോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കൊച്ചു പിള്ളേർക്കൊരു സ്വഭാവമുണ്ട്. കൊച്ചു പിള്ളേരുടെ സ്വഭാവമല്ല വലിയവരുടെ സ്വഭാവം. സ്തോത്രം. കൊച്ചു പിള്ളേരുടെ സ്വഭാവം ഇപ്പം നമ്മുടെ കൊച്ചു കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ വടിയെടുത്ത് 2 അടി കൊടുക്കും. ഇന്ന് വലിയവരെ ആരും അടിക്കാൻ പറ്റത്തില്ല, അവർ അടുത്ത സഭയെ പൊക്കളയും. കാര്യം നന്നാകാൻ സാത്താൻ സമ്മതിക്കുകയില്ല. അതാ പ്രശ്നം. കൊച്ചു കുഞ്ഞിന് 2 അടിയൊക്കെ കൊടുക്കുമ്പോൾ അവളിങ്ങനെ മൂക്കളെയൊക്കെ ഒലിപ്പിച്ച് കണ്ണുനീരൊക്കെ ഒലിപ്പിച്ച് ഇങ്ങനെ പറയും, ഇനി മിണ്ടത്തില്ലെന്നൊക്കെ പറയും. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കാറെടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ പമ്മി അവിടെ വന്നിട്ട് പറയും, ഒരു മഞ്ച് കൊണ്ടുവരണമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ കുഞ്ഞിൻ്റെ ഇടപാട്. നിങ്ങൾ വലിയ മറ്റുള്ളവരെ കുറിച്ചുള്ള വൈരാഗ്യവും കോപവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അതൊക്കെ ഒന്ന് വിട്ടേച്ച് തിരിഞ്ഞ് ശിശുവിനെ പോലെ നാകണം, എന്നാലേ മേളിൽ ചെല്ലത്തുള്ളൂ. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ട് ചോര ശിശുവിനെ പോലെയൊക്കെ ഒന്നാകണമെന്ന് പറ. സ്തോത്രം. കണ്ടിട്ടില്ലയോ സ്തോത്രം, ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ചത്താലും മറക്കത്തില്ല. ആ സ്വഭാവമൊക്കെ മാറ്റണം. നമ്മളെ ദ്രോഹിച്ചവരുടെ പേപ്പർ ലിസ്റ്റെല്ലാം കൂടെ എഴുതി വെച്ചാൽ 5 പേപ്പർ എഴുതിയാൽ തീരാത്തതുകൊണ്ട് നിങ്ങൾക്ക്, എനിക്ക് അന്ന് 5000 പേപ്പർ എഴുതിയാൽ തീരാത്തതുകൊണ്ട്. പക്ഷെ ഒന്നും ഞാൻ ഓർക്കുന്നില്ല. നിങ്ങളെ ദ്രോഹിച്ചവനെയൊക്കെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചാലേ ഒരു കുഴപ്പം വരികയല്ല. നമ്മൾ സ്വർഗത്തിൽ പോകാനുള്ളവരായതുകൊണ്ട് സ്തോത്രമൊക്കെ പോയല്ലോ. കണ്ടോ, നിങ്ങളുടെ മനസ്സിനകത്ത് വൈരാഗ്യം 1, 2, 3, ചിന്നമ്മ ചെയ്തത്, പാപ്പച്ചൻ ചെയ്തത്, ചാക്കോ ചെയ്തത്, എന്നെ നോക്കി കല്ലിപ്പിച്ചത്, നോക്കിയത്, ചിരിച്ചത്, മോനെക്കുറിച്ച് പറഞ്ഞത്, മോളെക്കുറിച്ച് പറഞ്ഞത്, അമ്മ എനിക്ക് കടം വന്നപ്പോൾ പറഞ്ഞത്, എൻ്റെ വീട്ടിലൊരു നിലവിളി ഉണ്ടായപ്പോൾ പറഞ്ഞത്, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം ഒന്ന് വിട്ടേച്ച് ശിശുവിനെ പോലെ ആയാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. വലിയ പാടാ സ്വർഗത്തിൽ പോകാൻ. നീട്ടി കൈയടിച്ചാൽ പോവുകയില്ല, 21 ഓസിച്ചാൽ പോവുകയില്ല, 40 ഓസിച്ചാൽ പോകത്തില്ല, രാത്രി മുഴുവൻ ഇത് ബൈബിൾ വായിച്ചാൽ പോവുകയില്ല, മുട്ടയെന്ന് പ്രാർത്ഥി. കുഞ്ഞ് ശിശുവിൻ്റെ ഹൃദയം വേണം. ഇനി അടുത്തൊന്ന് ശ്രദ്ധിച്ചു കേളെ അമ്മി 4-ാമത്തെ വാക്യം, അമ്മി 3-ാമത്തെ വാക്യം, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വളരെ സിമ്പിളായിട്ട് ചിരിച്ചോണ്ടാ പറയുന്നത്. നീ സ്വർഗത്തിൽ പോകത്തില്ലെന്നൊന്നുമല്ല പറയുന്നത്, ചിരിച്ചോണ്ടാ പറയുന്നത്. തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന കാര്യം ഇച്ചിരി പ്രയാസമാണ്. ഇവിടെ നമുക്ക് പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം, പക്ഷെ പോകുന്ന കാര്യം വലിയ പ്രയാസം. അടുത്ത വാക്യം കണ്ടോ, നിങ്ങൾ പോലും സ്വോത്രം കുറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെ, ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ. കർത്താവ് വലിയൊരു കാര്യം കൂടെ, തന്നെത്താൻ ആര് താഴ്ത്തുന്നുണ്ടോ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാണ്. അവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് കൈ കൊടുത്ത് പറ, കുറച്ചുകൂടെ ഒക്കെ താഴ്മ വേണമെന്ന് പറ. ആ ജാടയൊക്കെ ഒന്ന് വിട്ട് കുറച്ചുകൂടെ നമുക്ക് എന്തോ വേണം. സ്വർഗത്തിൽ പോകുന്നവരുടെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ ഇവിടെ ജീവിക്കുന്നവർക്ക് ഇപ്പോൾ താഴ്മയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആരെ കാണിക്കാനാ താഴ്മ? സ്തോത്രം. അപ്പോൾ കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ച് താഴോട്ട് വന്നിട്ട് 15-ാമത്തെ ആമേ, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രം ഉള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തും. ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ ഉടനെ ഫേസ്ബുക്കിൽ കൊടുക്കുമല്ലേ ചെയ്യേണ്ടി? ആണോ? ആ ബ്രദറിൻ്റെ ചെയ്ത തെറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു, ഞങ്ങളെല്ലാം വിശുദ്ധന്മാരാണ്, ആ പുള്ളി തെറ്റുകാരനാണ്. നിങ്ങൾക്കറിയാമോ, ഈ പാപം ചെയ്ത എല്ലാവരെയും പിടിച്ചിട്ടുണ്ടോ? പറ. നമ്മൾ പറയും, അയ്യോ
എന്നാലും ആ അച്ഛൻ ഇത്രയും പാപം ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ പറയുന്നു യോ എന്ന് പറയുന്നവൻ അതിനെക്കാട്ടില്ല. പക്ഷെ അവൻ്റെ വിജയം അവനെ പിടിച്ചിട്ടില്ല. ആരും സ്വോത്രം പറയുന്നില്ലല്ലോ അല്ലേ? കർത്താവ് വളരെ സിമ്പിളായിട്ട് എല്ലാവരും കൂടെ ഒരു പെണ്ണിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വന്നപ്പോൾ കർത്താവ് സിമ്പിളായിട്ടൊരു വാക്ക് ഇട്ടേച്ച് പറഞ്ഞു, പാപമില്ലാത്തവളെ എറിഞ്ഞോളാൻ പറഞ്ഞു. ഓ, ഈ എറിയുന്ന വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഒറ്റ മെസ്സേജ് അയച്ചാൽ 1000 പേര് എറിയാൻ പോകും. മറ്റു ജീവിതത്തിൽ കല്ലെടുത്തിട്ട് കല്ലിട്ട് ഒരൊറ്റ സംഭവമുള്ളൂ, യേശുവിൻ്റെ മുമ്പിലാണ്. അവർ പറയും ഇന്ന് പോകണ്ടായിരുന്നു, ഇന്നത്തെ മെസ്സേജ് കണ്ടില്ലെന്ന് വെക്കേണ്ടതായിരുന്നു. എറിയാൻ ചെന്നപ്പോൾ കർത്താവ് ഞാൻ യേശുവാ, ധൈര്യം കൊണ്ട് എറിയാനെന്നുമല്ല പറഞ്ഞു, പാപമില്ലാത്ത ആൾ എറിഞ്ഞോളാൻ പറഞ്ഞു. അയ്യോ, അന്നേരം അകത്ത് കിടക്കുന്ന 490 പാപം ഒന്നിച്ച് പൊങ്ങി വന്ന പുള്ളി കല്ല് മേലെ താഴെ ഇട്ടേച്ച് പറയാം, ഓ വരണ്ടായിരുന്നു. ജീവിതത്തിൽ നിരാശപ്പെട്ടു പോയ ഒരൊറ്റ പോക്കേ ഉള്ളൂ. യേശുവിൻ്റെ അടുക്ക് ചെന്നപ്പോഴായി എല്ലാ കളിയും പരാജയപ്പെടുന്ന കർത്താവിൻ്റെ അടുക്കലാണ്. പോട്ടെ, ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു. അപ്പം നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവന് മാത്രം ഉള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. ഇപ്പൊ ഒരാൾക്കൊരു തെറ്റ് സംഭവിച്ചാൽ തെറ്റ് സംഭവിക്കത്തില്ലയോ? പറ, നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കുക. ഞാൻ ഈ ചർച്ചിലാണ് പ്രസംഗിക്കുന്നത്, പൊതുവെ കൺവെൻഷനാണെന്ന് ഞാൻ ചോദിക്കല്ലേ. മനുഷ്യർ തെറ്റ് വരത്തില്ലേ? വരും. പക്ഷെ അത് ലൈസൻസ് അല്ല. പക്ഷെ തെറ്റ് വന്നാൽ അവന് വന്ന തെറ്റ് ഞാൻ കെനസിനോടും ലാലുവിനോടും ദൈവത്തിന് സ്തോത്രം ജോണി പാസ്റ്ററോടും റോബിനോടും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടെ കൂടി നീ ചിരിക്കുവല്ല ചെയ്യേണ്ടത്. തെറ്റ് ചെയ്തവൻ ഇരുചെവി അറിയാതെ നീ അവിടെ ചെല്ലണം. ചെന്നിട്ട് അവനോട് പറഞ്ഞു, സഹോദരാ, നീ ചെയ്തൊരു കാര്യം തെറ്റാ, നീ അതിൽ നിന്ന് മടങ്ങി വരണം, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അവിടെ ആ സഹോദരനെ നേടുന്നേ. മിണ്ടുന്നില്ല. ഒരുത്തൻ്റെ പ്രസംഗത്തിനൊരു ദുരുപദേശം ഉണ്ടെങ്കിൽ സ്തോത്രം, നമ്മളെല്ലാം ദുരുപദേശം എന്ന് വിമർശിച്ചുകൊണ്ടിരിക്കാതെ ആ ദുരുപദേശം പറയുന്നവൻ്റെ വീട്ടിൽ ഒരു ദിവസം വണ്ടി വിളിച്ചൊന്ന് ചെന്നിട്ടല്ല, സഹോദര നീ പഠിപ്പിക്കുന്ന ഇന്ന കാര്യം തെറ്റാ, നീ അത് ഇച്ചിരൂടെ പഠിച്ചിട്ട് പഠിപ്പിക്കാവൂ എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? ആ മനസ്സുണ്ടാകണമെന്നർത്ഥം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ എഴുതിക്കുക, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രം ഉള്ളപ്പോൾ കുറ്റം ചെന്ന് അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. ചിലർ കേൾക്കുകയല്ല. ചിലർ ഈ പൊതുവെ പറയാത്തത് തന്നെ പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. നീ എന്നെ പഠിപ്പിക്കുമൊന്നും വേണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുമെന്നുള്ളത് കൊണ്ടാണ് ഈ പൊതുവെ ആൾക്കാർ എന്ത് ചെയ്യാത്തേ. ഇനി പറയാൻ ലൈസൻസ് കൊടുത്താൽ പിന്നെ അങ്ങ് പറച്ചിലുമായിരിക്കും. അത് പോട്ടെ, സ്വതന്ത്രം. അപ്പം പക്ഷെ നിന്റെ വാക്ക് അവൻ കൂട്ടാക്കാഞ്ഞാൽ അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാക്കേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നീ പറഞ്ഞാൽ കേൾക്കുന്ന 1-2 പേരെ കൂടെ കൂട്ടിക്കൊണ്ട് അവനോട് അടുക്ക ചെല്ലണം. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കാം. എന്നിട്ടും ഒക്കുന്നില്ലേ സഭയെ അറിയിക്കാം. അല്ലാതെ ഒരു ചെറിയ വിഷയം കേട്ടാ ഉടനെ എല്ലായിടത്തും വന്ന് കനാൻ ശപിക്കപ്പെട്ടാൻ കാരണം എന്താ? അപ്പന്റെ നഗ്നത മറയ്ക്കേണ്ടവൻ വെളിപ്പെടുത്തി. ഇന്ന് പലരുടെയും ശാപം, പലരും ഗതി പിടിക്കാത്തത് എന്നാ? രഹസ്യത്തിൽ സൂക്ഷിക്കേണ്ടത് രഹസ്യത്തിൽ സൂക്ഷിക്കണം. ഞാനൊരു കൊച്ചു കാര്യം പറയട്ടെ. നിന്റെ കുഞ്ഞിനൊരു പ്രശ്നം വന്നാൽ നീ അടുത്തൊരാൾ അറിയാൻ ആഗ്രഹിക്കുമോ? അപ്പൊ അപ്പുറത്തെ രമണന്റെ കാര്യം നീ പറഞ്ഞു നടക്കുന്നോ? എൻ്റെ കുഞ്ഞിനൊരു പ്രശ്നം വന്നാ ഞാൻ മൂടി വെക്കത്തില്ലേ? പിന്നെ അപ്പുറത്തെ ചാക്കോയുടെ കാര്യം ഞാൻ എന്തിനാ പറഞ്ഞു നടക്കുന്നേ? പിടികിട്ടിയോ? സ്വർഗത്തിപ്പാൻ വിളിക്കപ്പെട്ടവരോട് പറയാം, തെറ്റ് ചെയ്തവനെ മടക്കി കൊണ്ടുവരുന്നതായിരിക്കണം നിന്റെയും എൻ്റെ ലക്ഷ്യം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ സ്നേഹമായിട്ട് ഇന്ന് അവനോട് സംസാരിക്കണം. ബ്രദറെ, അതൊന്നും ചെയ്യരുത്, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എനിക്ക് പ്രാർത്ഥനയൊന്നും ഇഷ്ടമല്ല, ചുമ്മാ ഞങ്ങളുടെ കൂടെ വന്നിരുന്നാൽ മതി. ഇരിക്കുമ്പോൾ പിന്നെ പാട്ടോ, ഒന്നീ ഇവിടെ പാടുന്ന പാട്ട്, അല്ലെ ഇവിടെ വായിക്കുന്ന വചനം, അല്ലെ ഇവിടുത്തെ ആരാധന എന്തെങ്കിലും അവനെ ആകർഷിച്ചിരിക്കും. ഒരാരാധനയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പണിതെടുത്ത ഹോളല്ല, മറിച്ച് അവിടെ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യമാണ്. അപ്പോൾ ഇങ്ങനെ കർത്താവ് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക. പിന്നെ വായിക്കാം, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. സഭയുടെ അധികാരത്തെയാണ് കാണിക്കുന്നത്. ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, സ്വർഗം വരെ കെട്ടപ്പെട്ടിരിക്കും. ഭൂമിയിൽ നീ അഴിച്ചത് സ്വർഗം വരെ അഴിഞ്ഞിരിക്കും. എന്നിട്ട് പറഞ്ഞ പദമാണ് ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും. ഏറ്റവും വലിയൊരു പ്രയാസമുള്ള കാര്യമായി ഈ ഐക്യമത്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം. സ്തോത്രം. അടുത്തിരിക്കുന്ന കൈക്ക് കൊടുത്ത് പറ, കുറച്ചുകൂടെയൊക്കെ ഐക്യത വേണമെന്ന് പറ.
ഇന്ന് ലൈവ് ഇരിക്കുന്നവരൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളും ചിലരൊക്കെ എഴുന്നേറ്റ് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ മെസ്സേജിൻ്റെ തുടക്കത്തിൽ എനിക്ക് ബോധ്യപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇച്ചിരി ഗഹനമായിട്ട്, നിങ്ങളാരും എഴുന്നേറ്റൊന്നും പോകത്തില്ല, ലൈവിൽ നിന്ന് ആരും പോകത്തുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് ദൂത അങ്ങനെ പോകാൻ പോകും. അപ്പം ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തോ വേണം? ഐക്യത വേണം. ഈ വേദപുസ്തകത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, ഇരുവരും ചേർന്നുള്ള പ്രാർത്ഥനയുണ്ട്, കൂട്ടമായുള്ള പ്രാർത്ഥനയുണ്ട്, സഭയായുള്ള പ്രാർത്ഥനയുണ്ട്. ഓരോന്നിനും ഓരോ എഫക്റ്റാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ സ്തോത്രം, കർത്താവ് കാണിച്ചു തന്ന ചില കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളുമാണ് ചിന്തിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ദൈവം 2 പേരെ നിയോഗിച്ചതായിട്ടും ശുശ്രൂഷയ്ക്ക് 2 പേരെ അയച്ചതായിട്ടും ഒക്കെ ബൈബിളിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. സ്തോത്രം. എന്തിനാണ് ഒരു സ്ത്രീയും പുരുഷനെയും കൂടെ കല്യാണം കഴിപ്പിക്കുന്നത്? കുഞ്ഞുങ്ങൾ ജനിക്കാൻ മാത്രമല്ല. ഒരുവൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമാകും. പരസ്പര സമ്മതത്തോടല്ലാതെ വേറിട്ടിരിക്കരുത് എന്നൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു ദൈവപൈതൻ്റെ കുടുംബം പ്രാർത്ഥന കൊണ്ട് നിറയണം. വീട്ടിനകത്ത് വെളിപ്പെടുന്ന ഐക്യത നിങ്ങൾക്കറിയാമോ? സ്തോത്രം. ഭർത്താവിൻ്റെ നന്മയിൽ ഒരസൂയയില്ലാത്ത ഒരാളേ ഉള്ളൂ ഭൂമിയിൽ. ആരാന്നറിയോ? ഭാര്യ. എല്ലാ ഭാര്യമാരും ആണോന്ന് എനിക്കറിയത്തില്ല, മിണ്ടുന്നില്ല. എന്നാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കുടുംബങ്ങളും, സ്തോത്രം പോകല്ലേ, ഭർത്താവിൻ്റെ നന്മയും നാട്ടുകാർക്ക് അസൂയ ഉണ്ടെങ്കിലും ഭാര്യയ്ക്ക് എന്തില്ല? അസൂയ. എൻ്റെ അച്ഛന് സ്തോത്രം ജോഷിപ്പാഴ്ച നല്ലതായിട്ടൊന്ന് പ്രസംഗിച്ച് ശുശ്രൂഷിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഭയങ്കര സന്തോഷമായിരിക്കും. സ്തോത്രം. ചിലപ്പോൾ അടുത്തിരിക്കുന്ന റോബിന് അത്രയും വലിയ സന്തോഷം വന്ന് കാണുമെന്ന് നിർബന്ധം ഇല്ല. ഇല്ലെന്നല്ല, ചിലപ്പോൾ നിർബന്ധം ഇല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര. ഈ ദൈവം ഈ 2 പേരെ കണക്ട് ചെയ്തേക്കുന്നത് എന്തിനാണെന്നറിയാം? നമുക്ക് ബൈബിളിലെ ചില ആശയങ്ങളിലോട്ട് നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. ഈ ഐക്യമത്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുമപ്പെടുക, ഒരു മനസ്സുള്ളവരാകുക എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത്. സഭാപ്രസംഗം ഒരിക്കൽ പറയുന്നൊരു കാര്യമുണ്ട്, ഒരുവനേക്കാൾ 2 ഏറെ നല്ലത്. ഒരുവനേക്കാൾ 2 ഏറെ നല്ലത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ആമോസ് പറയുക, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുമോ? 2 പേര് തമ്മിൽ ഒക്കണം. ചെല്ല് കണ്ടിട്ടില്ലയോ? എത്ര കസേര ഉണ്ടായാലും അവിടെ എങ്ങും ഇരിക്കാതെ ഫ്രണ്ടിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾ ഇരിക്കുന്നിടത്തിൻ്റെ തൊട്ടടുത്ത കസേരയിൽ പോയി ഇരിക്കുക. ഫാൻ പോലും ഇല്ല. എന്നാലും ഇടയ്ക്കിടയ്ക്കും ചുണ പറയുന്നവർക്ക് ഇച്ചിരി പറയാം, കമൻറ്റ് പറയുന്നവർക്ക് ഇച്ചിരി പറയാം. പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണെന്നാ, അല്ല ദൂതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഈ ഒക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര. ചിലർ പറയത്തില്ലയോ, ഞാനും പുള്ളിയും കൂടെ ചേരുകയല്ല, പക്ഷെ ഞാനും റോബിനും കൂടെ ചേരും. ചിലർ പറയും ഞാനും കനസും കൂടെ ചേരത്തില്ല, പക്ഷെങ്കിൽ ലാലും കനസും കൂടെ ചേരും. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ കൂട്ടായ്മയ്ക്കകത്ത് കണ്ടിട്ടുണ്ടോ? ചേരുന്നവരും ചേരാത്തവരും ഉണ്ട്. ചേരാത്തവർ കൈ പോലും കൊടുക്കല്ല. അവരിങ്ങനെ ഈ ബൈബിളിൽ കൈ കൊടുക്കണേ തന്നെ ഐക്യത വേണമെന്നാണ്. എന്തോ കൈ കൊടുക്കണേ, അങ്ങനെയും വാക്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഐക്യത വലിയ വിഷയമാണ്. ചുമ്മാ വന്നിരുന്ന് കുറേ കൈയടിച്ചാൽ എഴുന്നേറ്റ് പോയാൽ നന്മ കിട്ടുമെന്ന് ചിന്തിക്കരുത്. കർത്താവ് പറയുക, ഞാൻ നിങ്ങൾക്ക് കൃത്യമായ മറുപടി തരാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഐക്യമത്യപ്പെടണം. നിന്റെ പ്രശ്നം നീയും നിന്റെ കുടുംബവും കൂടെ ഒന്നിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ചാൽ, നീയും നിന്റെ ആത്മിക സഹോദരനും കൂടെ ഒന്നിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ചാൽ ഉറപ്പ് തരിക, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ട്? ചില സമയത്തൊക്കെ നമുക്ക് ഈ ആത്മതലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കണം, ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും നല്ല നമ്മുടെ കൂട്ട് ഐക്യതയുള്ള ഒരാൾ ഒന്ന് കൈകോർത്ത് പിടിക്കാനുണ്ടെങ്കിൽ ആ വിഷയത്തിന് മണിക്കൂറുകൾക്കകത്ത് വിടുതല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം ഉടനെ മറുപടി തരും. ദൈവം എന്നോട് പറയുക, ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയാൽ മറുപടി ഉടനെ ഉണ്ട്. മാറ്റം വരുത്താതെ മുഴുവൻ പ്രാർത്ഥിച്ചാലും ഇങ്ങനെ പോകത്തേ ഉള്ളൂ. പക്ഷെ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ വർഷം ആമയം തീരുന്നതിന് മുമ്പ് നിന്റെ പ്രശ്നത്തിന് യേശു പരിഹാരം തരും. അടുത്തിരിക്കുന്ന ആളെ തൊട്ടുവെച്ച് പറ, ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് പറ. വലിയ പ്രയാസമുള്ള കാര്യത്തിലോട്ടാണ് ദൂത് വരുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വലിയ ഈ ബൈബിളിൻ്റെ സിസ്റ്റം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഒക്കെ പോകുമ്പം ദൈവത്തിന് സ്തോത്രം, ഈ നമ്മൾ കൈ തരണേ പോലും ഐക്യത വേണമെന്ന് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കണം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 10-ാം അധ്യായം
15-ാമത്തെ വാക്യത്തിൽ രണ്ടുപേര് തമ്മിൽ പറയുന്ന പദമാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 2-3 ലൈൻ മുതൽ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ. 2 രാജാക്കന്മാർ 10:15. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന പോലെ, എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യോനാദാബ് അതെ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈ തരിക. നിന്റെ ഹൃദയം. അപ്പൊ കൈ കൊടുക്കണേ പോലും എന്തോ വേണം? ഐക്യത വേണം. സ്തോത്രം. അങ്ങനെ കൈ കൊടുക്കുവാന്നേ നമ്മൾ ആർക്കൊക്കെ കൊടുക്കും? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ആർക്കൊക്കെ കൈ കൊടുക്കും? ഇപ്പൊ ചിലര് പറയുക, ഉള്ള ഒരു വലിയ പരാതി പറയുക, ഇപ്പം പാസ്റ്റർ ലാലു എൻ്റെ അടുക്ക വന്നിട്ട് എന്നോട് മിണ്ടുന്നില്ലെങ്കിൽ ഞാൻ മോൻസിയെ വിളിച്ച് പറയും, ലാലുവിന് എന്തോ പറ്റി, എന്നാ എന്നോട് മിണ്ടുന്നില്ല. അത് ഞാൻ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കയറി ലാലുവിടെ മിണ്ടിയാൽ പോരായോ? ഒരാളും നമ്മളോട് എന്ത് ചെയ്യാനാണെന്ന് ആഗ്രഹിക്കുന്നു, അത് നമ്മളങ്ങ് ചെയ്തേച്ചാൽ മതി, പ്രശ്നം തീർന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇപ്പോൾ ഒരാളും നിന്നോട് മിണ്ടുന്നില്ല, നീ കയറി അങ്ങ് മിണ്ടണം. അച്ഛാ എന്നോണ്ട് ബ്രദറെ സുഖമായിരിക്കുന്നോ, ഹാപ്പി ആയിരിക്കുന്നോ, എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ദൈവമാണെങ്കിൽ അന്ന് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുകയോട് ചെയ്തേക്കണം. എന്താ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പം ആമി നിന്റെ ഹൃദയം അവിടെ വായിക്കും ഒന്നുള്ളത് ശ്രദ്ധിച്ച്, എൻ്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത്, എൻ്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഈ ദൈവരാജ്യത്തിൽ പോകാനുള്ള നിയമം ഭയങ്കരമാണ്. അത് കൃത്യമായി പാലിച്ചാലേ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. ഇനി ഹൃദയങ്ങൾ തമ്മിൽ പറ്റണം. ശൗമേലിന്റെ പുസ്തകം ഒന്ന് എടുക്കാം. 1 ശൗമേലിന്റെ പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം. സ്തോത്രം. ഫസ്റ്റ് ശൗമേൽ chapter 18 verse 1. പെട്ടെന്ന് ദൂതിലോട്ട് വരിക. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. കണ്ടോ, യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയുക, കൈ കൊടുക്കണമെങ്കിൽ മനസ്സുകൾ തമ്മിൽ ഐക്യത വേണം. ആമി. അത് മാത്രമല്ല, നിന്റെ മനസ്സ് ജലത്തിനോട് ഒട്ടിനിൽക്കണം. എന്തോ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുക, വലിയൊരു ഐക്യതയുടെ വ്യാപാരം ഇവിടെ വെളിപ്പെടുക. ചില കൂടാരത്തിനകത്തെ ഭിന്നതയുടെ ഭാര്യം, ആമി, ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ ഭിന്നത, വാക്കു ചേരാത്ത അവസ്ഥ, അതൊക്കെ ഇന്നത്തെ പ്രാർത്ഥനയെ പൊട്ടുക. എന്നോട് ഒരു ഐക്യതയുടെ വ്യാപാരം. എവിടൊക്കെയോ നീ എന്തോ നേടാൻ പോവുക, ദൈവത്തിൽ നിന്ന് എന്തോ പ്രാപിക്കാൻ പോവുക, അതിൻ്റെ സമയമായി. അതുകൊണ്ട് ഐക്യതയുള്ളവരാകണം. സ്തോത്രം. നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ, നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നവും മാറും ഐക്യത ഉണ്ടാകണമെങ്കിൽ. പുതിയ നിയമത്തിലെ ഒരു വാക്യം വായിച്ചാൽ മത്തായി സുവിശേഷം 5-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. സ്തോത്രം. 22-ാമത്തെ വാക്യം. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ ചെന്ന് നിന്റെ വഴിപാട് കഴിക്കുക. KPS-ന്റെ വാതുക്ക വന്നപ്പോഴാണ് ഓർത്തത്. സ്തോത്രം. നിങ്ങൾ ഓർത്തത് ഒരാളോട് നിരക്കാനുണ്ടെന്ന്. ബൈബിൾ ഭാഷ വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ട് അപ്പുറത്ത് തിരിച്ച് അവിടെ പോയി നിരന്നേച്ച് വന്ന് കൈയടിക്കണമെന്നാണ് നല്ല മലയാളം. വലിയ പ്രയാസമുള്ള കാര്യമാണ്. എൻ്റെ എന്തുകൊണ്ടാണ് ബ്രദറെ പുഷ്ടിപ്പെടാത്ത? ഇതൊക്കെ കൊണ്ടാണ് പുഷ്ടിപ്പെടാത്ത. കൈ കൊടുക്കുമ്പം ഹൃദയം ഒട്ടിയിട്ടേ കൊടുക്കാവും. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആമി ലാലു ബ്രദറിനോട് മോൻസിയുടെ കുറ്റം പറിച്ച് മോൻസിയെ കാണുമ്പം പ്രൈസ് ദി ലോർഡ്, സുഖമായിട്ടിരിക്കുന്നോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം മേലിരുന്ന് പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്. യോസഫ് വന്നപ്പം സഹോദരന്മാർ പറഞ്ഞു ഇവനെ കൊല്ലണം. അടുക്ക വന്നവൻ പറയാ, ഹാപ്പി ആയിരിക്കുന്നോ, ആ മുഖം കണ്ടാ അറിയാം എന്തു മിടുക്കനാ, കുഴി വെട്ടിയച്ച. അപ്പൊ തമ്മിൽ ഐക്യത വലിയ പ്രയാസമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പരിവൃത്തി ജീവിതം. സ്തോത്രം. അവിടെ ഐക്യത വേണം. ചില വീടിന്റെ തകർച്ച എന്തുവാ? ഐക്യത നഷ്ടപ്പെട്ടതാ. ചില വീടുകൾക്കകത്ത് സാത്താൻ കയറിക്കിടന്ന് കളിക്കുന്ന എവിടാ? ഐക്യതയാ. ഹല്ലേലൂയ. ഐക്യമത്യം മഹാബലമെന്ന ഒരു നല്ല ഹല്ലേലൂയ പറ. എവിടെ ഐക്യതയുണ്ടോ? പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ആ കഥ പറഞ്ഞേച്ച് മുമ്പോട്ട് കൊണ്ടുപോകാമേ. ഒരു മനുഷ്യന് വഴിയെ നടന്നു പോകുമ്പോൾ ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് കട്ടിൽ വെളിയിലോട്ട് ഇറക്കുക. അപ്പോൾ ഇയാൾ തന്നെ ഇറക്കുന്ന കണ്ടപ്പോൾ വഴിയെ പോയൊക്കെ ഭയങ്കര വിഷമം വന്നു. അയാൾ വന്ന് കട്ടിലിൻ്റെ അറ്റത്ത് പിടിച്ചു. രണ്ടുപേരും കൂടെ രാവിലെ തൊട്ട് ഉച്ച വരെ പിടിയാ. ഉച്ചയായപ്പോൾ ഇവരെല്ലാം വേർത്ത് കട്ടിൽ താഴെ വെച്ചു. എന്നിട്ട് കഥയാണേ, അകത്ത് നിന്ന് ആൾ പറയുക, സ്തോത്രം, ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ കട്ടില് വെളിയിലോട്ടിറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വെളിയിൽ നിന്ന് ആൾ പറഞ്ഞു, അയ്യോ വെളിയിലോട്ടിറക്കുമായിരുന്നോ, ഞാൻ അകത്തോട്ട് കയറ്റുമായിരുന്നു.
ഉണ്ടോ? രണ്ട് സൈഡിൽ പിടി വന്നപ്പോൾ ഇതാ പ്രാർത്ഥനയിൽ നടക്കുന്നത്. സ്തോത്രം. ഞാൻ ഇപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഒരു ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് മുമ്പൊരിക്കൽ ഞാൻ എന്നോ പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത്. പ്രാർത്ഥിക്കാൻ വന്നപ്പം സ്തോത്രം അച്ഛനും അമ്മാമ്മയും കൂടെ പ്രാർത്ഥിക്കാൻ വന്നു. മൂത്ത മോക്ക് എനിക്കൊന്ന് 10-40 വയസ്സ് മേലുണ്ട്. അവിടെ വിവാഹം നടക്കുന്നില്ല. അപ്പം ഭർത്താവ് പറഞ്ഞു, സ്തോത്രം, ആദ്യം ആൻറ്റി എല്ലാ വിഷയവും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, മോടെ കല്യാണം നടക്കാനെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഭാര്യ പറഞ്ഞു, എൻ്റെ പൊന്നു ഭാഷയെ പ്രാർത്ഥിക്കല്ലെന്ന് പറഞ്ഞു. യോ, അപ്പം പറയുന്നു മോടെ കല്യാണത്തിന് പ്രാർത്ഥിക്കണം, അമ്മ പറയുന്നു പ്രാർത്ഥിക്കരുത്. ഞാൻ ചോദിച്ചു എന്നാ കാര്യം? അത് പ്രാർത്ഥിക്കരുത്. മോള് കല്യാണം കഴിയുന്നറിയാം. ഈ ആൻറ്റി കുറേ നാൾ മുമ്പ് ഒരു സ്വപ്നം കണ്ടു. മോടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു. അന്ന് വൈകിട്ട് കാടിയക്കറച്ച് വന്ന് ആൻറ്റി മരിച്ചു പോകുന്നൊരു സ്വപ്നം കണ്ടു. അന്ന് തൊട്ട് ഈ അമ്മ പ്രാർത്ഥിക്കുക, എൻ്റെ മോൾ ഒരിക്കലും കെട്ടരുത്, കാര്യം കെട്ടിയാൽ എന്തോ സംഭവിക്കും, ഞാൻ മരിച്ചു പോകും. ഒരു പൊട്ട സ്വപ്നം വിട്ടേച്ച് സാത്താൻ ആ വീട്ടിൽ കിടന്ന് കളിക്കുക. ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അതിനെ ശാസിച്ചു വിട്ടു. ആ കൊച്ചു കല്യാണം കഴിച്ചു. ആ കൊച്ചിന് 2 പിള്ളേരുണ്ടായി. ഇന്നും ആ അമ്മ മരിച്ചിട്ടില്ല. ഈ കഴിഞ്ഞിടെ പിള്ളേരെയും കൊണ്ട് എടുത്തോളൂ. ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെ സാത്താൻ വഞ്ചിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. ഉണ്ടോ? ആ കൊച്ചിൻ്റെ എത്ര വയസ്സാ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പ്രാർത്ഥനയിൽ വേണ്ടത് ഐക്യതയാണ്. ചില അനുഭവങ്ങളും പേര് പറയാതെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാ? നിങ്ങളുടെ ജീവിതത്തിൽ ഐക്യതക്കേടുണ്ടെങ്കിൽ ഇന്ന് ഐക്യതയുള്ളവരാകണം. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയാം, നിന്റെ വീടിനകത്ത് മറുപടി ഇറങ്ങിയേ പറ്റൂ. അതിൻ്റെ സമയമായി. അതുകൊണ്ടാണ് ഇന്ന് ദൂത് ഇങ്ങനെ വരുന്നത്. ചിലരോടൊക്കെ ദൈവാത്മാവ് പറയാം, ഭയങ്കര ഐക്യത ഏറ്റെടുക്കണം. പ്രാർത്ഥനയിൽ വലിയ ഐക്യത വേണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അടുത്തിരിക്കുന്നവർക്ക് അത് കൈ കൊടുത്ത് പറ, ഐക്യതയോടെ പ്രാർത്ഥിക്കണം. ആ ഐക്യതയോടെ പ്രാർത്ഥിക്കുന്നവൻ അനുഭവം 133 സങ്കീർത്തനം വെളിപ്പെടുത്തുക. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഇന്നൊരു പ്രവചനം നടത്തുക. നിന്റെ വീടിനുമേൽ പിശാചിട്ട വാക്ക് മായ്ച്ചേച്ച് ഈ വചനം എഴുതാൻ പോവുക. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. ചിന്തിരിപ്പിന്റെ ആത്മാവ്, വിഘടിപ്പിന്റെ ആത്മാവ്, തകർച്ചയുടെ ആത്മാവ് നിന്റെ കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എനിക്കെന്തോ ദൈവം ഒരു ബോധ്യം തരിക. ചില വീടിന്റെ ചരിത്രം യേശു മാറ്റാൻ പോകുന്നു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്, അതിന്റെ അനുഭവമാണ്. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെ സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന. വെളിപ്പെടുത്തുക സങ്കീർത്തനക്കാരൻ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. അതിന് അനുഭവം കേട്ടോ. അഹരോന്റെ തലയിലൊഴിച്ച അഭിഷേക തൈലം അത് താടി വഴി ഒഴുകി വസ്ത്രത്തിന്റെ വെളുമ്പ് വരെ ഒഴുകുന്ന അനുഭവമാണ് ഐക്യതയുള്ളവന്റെ വീട്ടിൽ. അങ്ങനെയെങ്കിൽ ഇന്നൊരു ദൂത് പറയാം, ഐക്യതയുള്ള നിന്റെ വീട്ടിൽ അഭിഷേകം ഒഴുകണം. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ചേ. അടുത്ത വാക്യം സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോന്യ മഞ്ഞ് പോലെയാകുന്നു. രണ്ടാമത് അവന്റെ കുടുംബത്തിനകത്ത് മഞ്ഞ് പെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. അവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക, നിന്റെ വീടിന്റെ മുഖച്ഛായ ദൈവം മാറ്റാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്നത്തെ മെസ്സേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വർഗത്തിലെ ദൈവം ഉടനെ മറുപടി തരും. ഐക്യതയോടെ പ്രാർത്ഥിക്കണം. റെഡിയാണ്? അടുത്തിരിക്കുന്ന തൊട്ടേച്ചു വരും. ഐക്യതയോടെ പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമത്യപ്പെടണം. വിശ്വാസികൾ തമ്മിൽ ഐക്യമത്യപ്പെടണം. തലമുറകൾ തമ്മിൽ ഐക്യമത്യപ്പെടണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവി പറയുക, ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഒരനുഗ്രഹം ഉണ്ടാവും. ഒരിക്കലൊരു സ്ഥലത്ത് 8 മക്കളുള്ള സ്തോത്രം ഒരു വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പം സ്തോത്രം ആ വീട്ടിലെ അപ്പച്ചന് കാല് മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞേക്കുക. ഷുഗർ കൂടി ട്രീറ്റ്മെൻറ്റ് ഫലിക്കാതെ വന്ന് വലത്തെ കാല് മുറിച്ചു മാറ്റണം. 8 മക്കൾ 8 തട്ടിലായിരുന്നു. പിന്നെ എന്തുവാണെന്നറിയത്തില്ല, എല്ലാവരും കൂടെ വന്നുകൂടിയതിൻ്റെ കാരണം അപ്പൻ കോടീശ്വരനാണ്. ഇപ്പം കാല് മുറിക്കുന്ന കൂട്ടത്തിൽ തീർന്നു പോകുവാന്നേൽ എല്ലാവർക്കും അവരവരുടെ വീതം കൂടെ വാങ്ങിച്ചോണ്ട് അങ്ങ് സഹകരിച്ചേ. അപ്പോൾ ഒരാൾ സ്തോത്രം
പൂനെന്ന് വന്നു, മറ്റേയാൾ അമേരിക്കയിൽ നിന്ന് വന്നു, വേറൊരാൾ ലണ്ടൻ, അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്ന് വന്നു. എല്ലാവരും കൂടെ വീട്ടിൽ കൂടി അവിടെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചേക്കാം. അപ്പൊ പ്രാർത്ഥനാ വിഷയം അപ്പൻ്റെ കാല് മുറിക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇവന്മാരെല്ലാം വിഘടിച്ച് നിൽക്കുക, ഇങ്ങനെ പോയാൽ കാല് മുറിക്കും. ഞാൻ അവരോട് പറഞ്ഞു, അപ്പൻ്റെ കാല് മുറിക്കും, ഒരു മാറ്റവും ഇല്ല. പോംവഴിയില്ലയോ? പോംവഴിയുണ്ട്. നിങ്ങളുടെ വിഘടിപ്പ് മാറ്റണം. ഇപ്പോൾ ഒരാൾ പറയുക, ഇതെന്നാ ദൈവം പറയാത്തതെന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് കൂട്ടക്കരച്ചിലുണ്ടായി. ഞാൻ പറഞ്ഞു, ഒന്നിക്കാൻ വരട്ടെ, മാനസാന്തരത്തെക്കുറിച്ചൊരു പ്രസംഗം ഞാൻ പ്രസംഗിച്ചു. പെന്തിക്കോസുകാരുടെ ഇടയിലും മാനസാന്തരം പറയുന്നത് നല്ലതാണ്. ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചു. അന്ന് ആ വീട്ടിൽ കൂട്ടക്കരച്ചിലുണ്ടായി. ചുരുക്കി പറയാം, സ്തോത്രം. അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പച്ചൻ്റെ കാലിന് ഒരു മാറ്റവും ഉണ്ടായില്ല. പക്ഷെ 4 ദിവസം കഴിഞ്ഞ് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടുത്തെ ഡോക്ടർ ചെക്ക് ചെയ്ത് ചോദിച്ചു, മുറിക്കേണ്ടതാ, പക്ഷേ മുറിക്കേണ്ടി വരുന്നില്ല. എന്താ? താഴോട്ട് വരുന്നിടത്ത് ചിലയിടത്ത് ജീവനുണ്ട്. ചുരുക്കി പറയാം, ആ അപ്പൻ പൂർണ്ണമായി സൗഖ്യമായി. ആ അപ്പൻ്റെ മകൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഐക്യമത്യപ്പെട്ടാൽ നടക്കാത്ത കാര്യങ്ങളില്ല. ഇന്ന് പിടിയിരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, മെഡിക്കൽ സയൻസ് തള്ളിയ വിഷയം നിനക്ക് നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം നിന്റെ വീട്ടിലുള്ളവർ ഐക്യമത്യപ്പെട്ടാൽ, കൂട്ടായ്മ ഐക്യമത്യപ്പെട്ടാൽ ആ വിഷയത്തിന് വിടുതല കിട്ടും. എത്ര പേര് അതിന് ആമീൻ പറയും? എന്തു കാര്യത്തിന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യത്തിനും വേണ്ടത് ഐക്യമത്യമാണ്. ഞാൻ ബൈബിളിലെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 3 ദൂത് ഇവിടുന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമീൻ. ഞാൻ മുമ്പോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി എടുക്കാം, 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തോടെ ചിന്ത ആരംഭിക്കാം. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 14, 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. യേശുവിൻ്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ഒരുമനപ്പെട്ടൊരു പ്രാർത്ഥന നടക്കുക. എന്തുവാ? ഇതെന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാ? വാഗ്ദത്തം നിവർത്തി വെളിപ്പെടാനുള്ള പ്രാർത്ഥനയാ. ഞാൻ മെസ്സേജ് തുടങ്ങുക. നാളിതുവരെ ലഭിച്ച വാഗ്ദത്തങ്ങൾക്ക് ഒരു ചലനമില്ലാതിരുന്ന് ദൂത് കേൾക്കുന്നെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കുക. ഐക്യതയോടെ പ്രാർത്ഥിര്, ഒരുമയോടെ പ്രാർത്ഥിര്. ആ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടിയുണ്ട്. ഹൃദയങ്ങൾ തമ്മിൽ ചേരട്ടെ, മനസ്സുകൾ തമ്മിൽ ചേരട്ടെ. ഐക്യതയുടെ ആത്മാവ് കൊണ്ട് ദൈവം ആ വീടിനകത്ത് നിറയ്ക്കട്ടെ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക, നിനക്ക് തടസ്സം പിശാചല്ല, നിനക്ക് തടസ്സം എതിരാളിയല്ല, നിന്റെ തടസ്സം നീ തന്നെയാണ്. ആ തടസ്സം ഇന്നത്തെ പ്രാർത്ഥനയിൽ പൊട്ടണം. നിങ്ങളിൽ എത്ര പേർക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടെ ഒരു ഐക്യത ഉണ്ടെങ്കിൽ ഇപ്പം നിന്റെ ഭർത്താവും നീയും തമ്മിൽ ഐക്യതക്കുറവുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നീ എന്തു വില കൊടുത്തു ഐക്യമത്യപ്പെടണം. ഭർത്താവിൻ്റെ ഐക്യതയിൽ ജീവിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവങ്ങൾ തിരിച്ചറിഞ്ഞ് ഐക്യമത്യപ്പെടണം. ഞാൻ ഒരിക്കൽ ഓർക്കുന്നൊരു കാര്യം പറയാം. ഒരു രാജ്യത്തുനിന്ന് ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ട് കൊച്ചി എയർപോർട്ടിൽ വന്ന് നിൽക്കുക. മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യം. ഇപ്പം ലഗേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരു പ്രായമുള്ള അച്ഛൻ്റെ അമ്മാമി പറഞ്ഞു, അച്ഛായോ ആ നീലപ്പെട്ടിയാ നമ്മുടെ പെട്ടിയെന്ന് പറഞ്ഞു. ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞു അത് നിന്റെ നമ്മുടെ പെട്ടിയാണ്? എല്ലാവരും നോക്കി നിൽക്കൂ. ഓരോറ്റയാടി പടക്കം പൊട്ടുന്നു. ഭർത്താവ് ഭാര്യയുടെ ചെവിക്കഞ്ഞു. പിന്നെ ആരും പെട്ടി നോക്കിയില്ല, എല്ലാവരും ഇവരെ നോക്കി നിൽക്കുക. ആ സ്ത്രീയുടെ കഴിവ് നോക്കിയാണ്. അവൾ ആ തോളത്തിടും. അച്ഛാൻ്റെ ഒരു കാര്യം, അത് നമ്മുടെ പെട്ടി തന്നെ അച്ഛാന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ആ പെട്ടി എടുത്തോണ്ട് വന്ന് അച്ഛൻ്റെ കൈക്കും പിടിച്ചോണ്ട് അച്ഛ മെല്ലെ നടക്കണമെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോവുക. ആ സ്ത്രീക്ക് അവാർഡ് കൊടുക്കണം. ആ എയർപോർട്ടിൽ നിന്ന് 100-600 പേര് ഞാനും പെട്ടെന്ന് ലഗേജ് എടുത്ത് പുറകെ വന്നു. പക്ഷെ അതിന് മുമ്പ് അവർ കാറ് കയറിപ്പോയി. കൈ കൂപ്പി വെച്ച് പറയാൻ, എൻ്റെ പൊന്നാൻറ്റി സമ്മതിച്ച് തന്നേക്കും. നിന്റെ വീട്ടിൽ ഏതാണ്ടൊന്ന് പറഞ്ഞെന്നും പറഞ്ഞോണം നീ ഇപ്പോൾ കോടതി വരാതെ നിൽക്കുന്നേ. ഒന്ന് ക്ഷമിച്ചേ, ഒന്ന് സഹിച്ചേ, ഒന്ന് മറന്നേ. ഐക്യത എവിടെയുണ്ടോ അവിടെയാ വിജയം. ഞാൻ പറഞ്ഞില്ലയോ എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞില്ലയോ? ലൈവിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞില്ലയോ?
ഇപ്പം നിങ്ങൾ ചിലരിപ്പം പോയാൽ കൊള്ളാമെന്നത് പോകുന്നതിന് വേണ്ടി കാലം ദൂതിലോട്ട് വരിക. അപ്പം ഇവിടെ എഴുതിയിരിക്കുക യേശുവിൻ്റെ അമ്മ മറിയ. അതിൻ്റെ മുകളിലത്തെ ബാക്കി ശിഷ്യന്മാരുടെ എണ്ണം എല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. അതിന് തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ അവരെല്ലാവരും ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും. അതിന്റെ മുകളിൽ ശിഷ്യന്മാരുടെ പേര് മൊത്തം എഴുതുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ യേശുവിന്റെ അമ്മ മറിയ അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. എന്തിനാ പ്രാർത്ഥിക്കുന്നേ? യേശു സ്വർഗാരോഹണം ചെയ്ത് പറഞ്ഞു, പിതാവിനോട് കേട്ട വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കുവോളം യെരൂശലേം വിട്ടുപോകരുത്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഒരുമ എവിടെയുണ്ടോ അവിടെ വാഗ്ദത്തമർത്തിയുണ്ട്. ഒരു പ്രവചനം പറയാം, കാണത്തക്ക രൂപത്തിൽ നിന്റെ വീടിനകത്ത് വാഗ്ദത്ത നിവർത്തി വെളിപ്പെടുമെന്ന ദൈവത്തിൻ്റെ അരുളപ്പാട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കെ നിന്റെ വീടിനകത്ത് വാഗ്ദത്ത നിവർത്തി ഉടനെ വെളിപ്പെടും. വിശ്വസിക്കാൻ പറ്റുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. എനിക്ക് കാണാം ചിലരുടെ തലയുടെ മുകളിൽ വാഗ്ദത്തങ്ങൾ ചലിക്കുക. നിന്റെ തലമുറ മേൽ കിടക്കുന്ന വാഗ്ദത്തം, നിന്റെ വീടിന് മേൽ കിടക്കുന്ന വാഗ്ദത്തം, ഐക്യതയോടെ ആര് പ്രാർത്ഥിക്കുന്നു അവർ വാഗ്ദത്ത നിവർത്തി കാണും. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഉടനെ വാഗ്ദത്ത നിവർത്തി കാണുമെന്ന് പറ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴത്തെ ആ നിരാശയൊക്കെ അങ്ങോട്ട് പോകട്ടെ. നടക്കത്തില്ലെന്ന് ആരോടൊക്കെ പറഞ്ഞ കഥ മറന്നേരെ. അവൻ നടക്കാൻ പോവാ. കാരണം കാത്തിരിപ്പിൻ്റെ മറുപടി ഉടനെ ഉണ്ട്. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം പറയാം, അപ്പോൾ ഒന്നാമത് ഐക്യമത്യപ്പെടേണ്ടത് വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടിയാ. അവൻ നീയും ഞാനും എഴുതി വെച്ച പല വാഗ്ദത്തങ്ങളും ഇന്ന് ദൂതെടുക്കുമ്പോൾ എന്നോട് ദൈവം സംസാരിക്കുക, ചിലരോട് ദൈവം സംസാരിക്കുക. ഇനിയും മാർച്ചിലോട്ട് കയറുന്നതിന് മുമ്പ് നിന്റെ വീടിനകത്ത് കൃത്യമായി നിറവേറേണ്ട വാഗ്ദത്ത നിവർത്തി ഉണ്ട്. ഒന്നുകൂടെ പ്രവചിക്കാൻ, ചില വാഗ്ദത്ത നിവർത്തി കണ്ടു നീ അത്ഭുതപ്പെടും. ഇങ്ങനെ ദൈവം ചെയ്യുമോ? യേശുവിൻ്റെ നാമത്തില് ഇങ്ങനെയും ദൈവം ചെയ്യുമോ എന്ന് നീ ചോദിക്കത്തക്കവണ്ണം ദൈവം നിനക്ക് നേരെ വിരൽ ചൂണ്ടുക. ഇത് നിന്റെ ഗോൾഡൻ മന്താണ്. ഹോളി സ്പിരിറ്റ് പറയുന്നു. ഹല്ലേലൂയ. എവിടൊക്കെയോ എനിക്ക് ആത്മാവിൽ കാണാം. അബ്രഹാമേ, നിന്റെ വാഗ്ദത്തം നീണ്ട വർഷങ്ങൾ തടഞ്ഞു വെച്ചെങ്കിൽ നീ വിശ്വസിച്ചോ, ആ ചുരുൾ അഴിയാൻ പോവുക. ഹല്ലേലൂയ. എനിക്ക് ദൈവാത്മാവ് ഒരു ദൂത് തരുക. ഇന്ന് തടസ്സം പൊട്ടുന്ന ദിവസമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആര് പ്രാർത്ഥിച്ചാലും വിടുതലുണ്ടെന്നാ ദൂത്. പക്ഷെ നിനക്കൊരു വിടുതലും ഇല്ല. ആര് പ്രാർത്ഥിച്ചാലും നിനക്ക് വലിയ ഭാവി ഉണ്ടെന്നാ ദൂത്. പക്ഷെ നിനക്കൊരു ഭാവിയില്ല. ദൈവം പറയും, ആ തടസ്സം ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ പൊട്ടാൻ പോവുക. ചിലർ പ്രവചിച്ചു നിനക്ക് ഭാവിയുണ്ടെന്ന്, നീ സ്വപ്നം കണ്ട് ഭാവിയുണ്ടെന്ന്, ബൈബിൾ എടുത്തപ്പോൾ നിലർത്തിയപ്പോൾ കണ്ടു ഭാവിയുണ്ടെന്ന്. പക്ഷേ ഇന്നു വരെ നിറവേറിയിട്ടില്ല. ഐക്യതയോടെ പ്രാർത്ഥിച്ച് വാഗ്ദത്ത നിവർത്തി നിന്റെ കൂടാരത്തിൽ. ചുടഗഹനമായിട്ട് നമുക്ക് പോകാം. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, അടുത്തിരിക്കുന്ന ആളെ ഒന്നുകൂടെ തൊട്ടിട്ട് പറ, അമ്മേ ഒരുമയോടെ പ്രാർത്ഥിച്ചാൽ വാഗ്ദത്ത നിവർത്തിയുണ്ടെന്ന് പറ. ഹല്ലേലൂയ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയാം, ഉടനെ വാഗ്ദത്ത നിവർത്തി ഉണ്ട്. ഒന്ന് മനസ്സിൽ പറഞ്ഞ ഉടനെ. ഒരുപക്ഷെ ഇന്ന് ഇരുട്ടി വെളുക്കുമ്പോഴായിരിക്കാം, ഒരുപക്ഷെ നാളെ ആയിരിക്കാം, ഒരുപക്ഷെ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പേ ആകാം. നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കേ. നിന്റെ വീടിനകത്ത് ചില വാഗ്ദത്ത നിവർത്തി വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്ന സ്വർഗീയ കാഴ്ച. ഞാനിവിടെ ഇരിക്കുമ്പോൾ ആത്മാവിലൊരു കാഴ്ച കാണുന്നു. ചില വീടുകൾക്കകത്ത് ജീസസ് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ വാഗ്ദത്ത നിവർത്തി വെളിപ്പെടുകയാ. നീ തകർന്നെന്ന് കഥ പറഞ്ഞവർ ആശ്ചര്യപ്പെടാൻ പോവുക. നിന്റെ കുടുംബം തീർന്നെന്ന് പറഞ്ഞവർ, ചില കുടുംബങ്ങളിൽ വ്യാപരിച്ച രോഗാത്മാവ്, വല്ലാത്ത ആത്മാവ്, ചിദ്രിപ്പിൻ്റെ ആത്മാവ്, വിഘടിപ്പിൻ്റെ ആത്മാവ് ഇന്നത്തെ ആരാധനയിൽ അഴിഞ്ഞു പോകട്ടെ.
ഒരു വിടുതലിന്റെ ശബ്ദം ഞാൻ ആത്മാവിൽ കേൾക്കുകയാ. ആപഘസ്തര പ്രഭ 1-2 മിനിറ്റുകൾ സ്തോത്രം ചെയ്ത് 1-2 മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കേ. റബല ഘടബല വടബല ബലബട ബലബട 1-2 മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ച് നിന്റെ കുടുംബത്തിന് ഐക്യതയെ കെടുത്തുന്ന പിശാച് നിന്റെ വീട്ടിൽ മെടഞ്ഞിട്ടിരിക്കുന്ന തന്ത്രം തമ്മി ചേരാൻ സമ്മതിക്കുകയില്ല. വാക്കുകൊണ്ട് ചേരത്തില്ല, പ്രവൃത്തി കൊണ്ട് ചേരത്തില്ല, ചിന്ത കൊണ്ട് ചേരത്തില്ല. വിഘടിപ്പിന്റെ ചിത്തിരിപ്പിന്റെ ആത്മാവ്. ഞാനൊരു ഒരു മർമ്മം കൂടെ പറയാം. സാത്താന് വളരെ തന്ത്രപരമായിട്ടാണ് ചില കുടുംബങ്ങളെ കയ്യിലെടുക്കുന്നു. യേശു സ്നേഹിച്ച മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും കാര്യം ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചു. മാർത്തയ്ക്കൊരു സ്വഭാവം, മറിയയ്ക്കൊരു സ്വഭാവം, ലാസറിനൊരു സ്വഭാവം. പക്ഷെ ഈ 3 പേരെയും കർത്താവ് എന്ത് ചെയ്തു? എല്ലാവർക്കും ഓരോ സ്വഭാവമാണ്. മാർത്തയുടെ സ്വഭാവം എന്നാണെന്നറിയോ? മാർത്തയ്ക്ക് 4 സ്വഭാവങ്ങളുണ്ട്. പറയണമെന്ന് എനിക്കൊരു പ്രേരണ വന്നുകൊണ്ട് പറയുക. മാർത്തയുടെ 1ാമത്തെ സ്വഭാവം, യേശുവിനെ ആദ്യം വീട്ടിൽ കൈക്കൊണ്ടത് മാർത്തയാണ്. കർത്താവിന് വേണ്ടി എന്തും ചെയ്യും മാർത്ത. നോട്ടീസ് കൊടുക്കും, വേണമെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കും, അടുത്ത ആളെ വിളിക്കും, ഒക്കെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. 2ാമത് മാർത്തയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എപ്പോഴും ഇങ്ങനെ പലതിനെ ചൊല്ലി ഇങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാലും എൻ്റെ കാര്യം എങ്ങനെ, കുഞ്ഞിൻ്റെ കാര്യം എങ്ങനെ, വീടിൻ്റെ കാര്യം എങ്ങനെ, പള്ളിയുടെ കാര്യം എങ്ങനെ, പ്രാർത്ഥനയുടെ കാര്യം എങ്ങനെ, ജോലിയുടെ കാര്യം എങ്ങനെ, ഇങ്ങനെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ടിരിക്കും. 3ാമത്തെ മാർത്തയുടെ കുഴപ്പം, വചനം മൊത്തം അറിയായാലും എപ്പോൾ പറഞ്ഞാലും അവിശ്വാസമേ പറയത്തുള്ളൂ. കർത്താവ് പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു വാക്യമുണ്ട്, ഒടുക്കത്തെ നാളിൽ നടക്കും. കർത്താവിനെ വിട്ടില്ലേ നിന്നെ വിടുവോ? ശ്രദ്ധിക്കണം. അപ്പം മാർത്ത പറയുക, എപ്പോൾ വാ തുറന്നാലും എന്ത് പറഞ്ഞു? അപ്പം കർത്താവ് പറഞ്ഞു, മാർത്ത ഒന്ന് വിശ്വസിക്കുക, എന്നാൽ നിനക്ക് എൻ്റെ മഹത്വം കാണാം. മാർത്തയുടെ അടുത്ത കുഴപ്പം കൂടെ പറയാം. സ്വന്തം സഹോദരിയുടെ കുറ്റം വീട്ടിൽ വന്ന് ഗസ്റ്റിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിന് വേണ്ടി വീട് തുറന്നു കൊടുത്തു, പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. പിന്നെന്തോ പോയോ? എപ്പം വാ തുറന്നാലും ഇത് നിങ്ങൾ വരുന്നോണ്ടാന്ന് അറിയാനാ. സ്കൂളിൽ പഠിപ്പിച്ച എക്സാം ഇടുന്നത് എന്തിനാ? സാറ് പഠിപ്പിച്ച വല്ലതും തലേ കയറിയോ എന്നറിയാനാ. ഞാൻ കുറേ നേരം കൊണ്ട് പ്രസംഗിക്കുക. വല്ലതും നിങ്ങളുടെ തലേ കയറുന്നുണ്ടോ? ഇന്ന് യോഗത്തിന് വേണം. ഉയ്യോ ഭയങ്കരമായിരുന്നു. ഭയങ്കരം എന്ന് പറഞ്ഞു, ഭയങ്കര സംഭവമായിരുന്നു. എന്തുവാ സംഭവം? എല്ലാവരും കൈയടിച്ചു. എന്തുവാ പറഞ്ഞു? അതൊന്നുമില്ല, എല്ലാം പറഞ്ഞു. ഇടിയും മഴയായിരുന്നു. അങ്ങനൊന്നും അല്ല. ഇവിടെ ചൊവ്വ വചനം പഠിച്ചേ പോകാവൂ. ശ്രദ്ധിക്കണം. ഇവിടെ ഇടിയും മഴയും പോകയൊന്നുമില്ല. വചനം വരുമ്പോൾ തീയേ ഉള്ളൂ. ചൂട് ഗഹനമായിട്ട് പറയാം. അപ്പം മാർത്തയുടെ അടുത്ത കുഴപ്പം, സ്വന്തം സഹോദരിയുടെ കുറ്റം ആരോട് പറയുക? യേശുവിനോട് പറയുക. മറിയയുടെ പ്രത്യേകത നോക്കിക്കോ. മറിയയ്ക്ക് 4 പ്രത്യേകതയുണ്ട്. അവസരം കിട്ടിയാൽ കർത്താവിൻ്റെ പാദത്തിങ്കൽ പരിമള തൈലം പൊട്ടിക്കും. ഗ്ലോറി ടു ഗോഡ്. നീ ഒരാരാധനയ്ക്ക് വന്നാൽ അവിടെ സുഗന്ധമാകണം. മറിയയുടെ അടുത്ത വിശേഷത, ആ പാദത്തിൽ കിടന്ന് ആ കാലിൽ മുഴുവൻ തലിമുടി കൊണ്ട് ഒപ്പിയെടുക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവിടെ മുടി ഭയങ്കര വിലപ്പെട്ടതാണ്. പക്ഷെ അതവളെ കർത്താവിൻ്റെ കാൽക്കൽ കടന്നുകൊണ്ട് അവൻ്റെ തലിമുടി കൊണ്ട്, അവിടെ തലിമുടി കൊണ്ട് ഹല്ലേലൂയ അവൻ്റെ കാല് തോർത്തെടുക്കുക. ദൈവത്തിന് സ്തോത്രം. അടുത്ത മറിയയുടെ പ്രത്യേകത, കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് വചനം കേട്ടോണ്ടേയിരിക്കും. മറിയയുടെ അടുത്ത പ്രത്യേകതകളെ പറയാം. കർത്താവ് പറയുക, അവൾ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി ലാസറിന്റെ കാര്യം. ലാസറിനും 4 വിശേഷതയുണ്ട്. 1ാമത്തെ വിശേഷത, കർത്താവിൻ്റെ മനസ്സിൽ ലാസറിനെ കുറിച്ച് പറയാം, നിനക്ക് പ്രിയനായവൻ. ഞാൻ ചുമ്മാ ചോദിക്കുവാണേ, നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? അറിയോ? പറയുന്നേ, അറിയോ?
അറിയാം. യേശുവിന് നിങ്ങളെ അറിയാം. എന്തോ എന്തോ അറിയാം. നിന്റെ പേരറിയാം. ഉണ്ടെന്നില്ല. നിന്നെ വിളിച്ചിട്ടുണ്ടോ ഒരിക്കലേ? മിണ്ടുന്നില്ല. സാത്താൻ വന്ന് വിളിച്ചിട്ടുണ്ടോ? പക്ഷെ ദൈവം വിളിച്ചിട്ടുണ്ടോ എന്നാ ചോദ്യം. മിണ്ടുന്നില്ല. സ്തോത്രം. ഒരു ദിവസം നമ്മുടെ ചർച്ചിൽപ്പെട്ട ഒരു ആൻറ്റി എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ, ഇന്നലെ രാത്രി 1:30 ആയപ്പോൾ ഞങ്ങളുടെ വല്യമ്മച്ചി വന്ന് എൻ്റെ കട്ടിലിൻ്റെ തലക്കയിരുന്ന് എൻ്റെ തലയെടുത്ത്, സ്തോത്രം, അമ്മി മടി വെച്ച് റൈച്ചലേ 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 എന്ന് വിളിച്ചു. പോരാൻ നേരത്ത് 3 മുടി പറിച്ച് വല്യമ്മച്ചയുടെ കയ്യെ കെട്ടിച്ച് ഈ റൈച്ചലിൻ്റെ ഓർമ്മയാണെന്നും പറഞ്ഞ് ഇതും പിടിച്ചോണ്ട് മേളിലോട്ട് പോയി. റൈച്ചലേ റൈച്ചലേ എന്ന് വിളിച്ച ആരായിരുന്നു? കുഞ്ഞപ്പൻ. മനസ്സിലായില്ലേ? ആ പാവം ആൻറ്റി വല്യമ്മച്ചി വന്ന് എൻ്റെ മുടി കൊണ്ടുപോയെന്ന് പറഞ്ഞിരിക്കുക. 1 മാസം കഴിഞ്ഞപ്പോൾ മുടിയെല്ലാം ഊരി താഴെ വീഴാൻ തുടങ്ങി. തലയൊട്ടി തെളിയാൻ തുടങ്ങിയപ്പോൾ കരഞ്ഞോണ്ട് ഒരു പൊട്ടിൽ എണ്ണയും കൊണ്ട് എൻ്റെ അടുക്ക വരിക, പാസ്റ്ററേ, എനിക്കിപ്പോഴാ മനസ്സിലായ മുടി കൊണ്ടുപോയത് അമ്മച്ചി അല്ല. മനസ്സിലാകുന്നുണ്ടാവല്ലോ? ദൈവത്തിന് നിന്നെ അറിയാമോ? നമ്മുടെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം നമ്മളെ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവനെ അവൻ അറിയുന്നു. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മ, നിന്നെ ദൈവത്തിന് അറിയാം. നമ്മുടെ അനുഭവം കൊണ്ട് അറിയാം, ദൈവത്തിന് എന്നെ അറിയാം. ചിലരെയൊക്കെ ദൈവം എത്ര താങ്ങി പിടിച്ചാ നടക്കുന്നറിയോ? ലാസറിന്റെ അടുത്ത വിശേഷത, യേശു വിളിച്ചു, ലാസറെ പുറത്തു വാ. ലാസർ കെട്ടപ്പെട്ടവനായി നിൽക്കുക. ലാസറിന്റെ അടുത്ത വിശേഷത, കെട്ടഴിയാൻ കൊതിക്കുന്ന ലാസർ. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരിക, നിന്റെ കെട്ടഴിയാൻ നിനക്കെങ്കിലും ഒരാഗ്രഹം വേണം. അടുത്ത ലാസറിന്റെ യോഗ്യത, സ്തോത്രം, 12-ാം അധ്യായത്തിൽ യേശുവിന്റെ വലത്തു സൈഡിൽ പന്തിക്ക് ലാസർ ഇരുന്നു. അതിന് യോഗ്യനായി മാറി. ഞാൻ ഇന്ന് പിടിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക, ജീസസ്, ഐക്യത എവിടെയുണ്ടോ അവിടെയാണ് അനുഗ്രഹം. നിങ്ങളുടെ വീടിനകത്തൊരു ഐക്യത വന്നാൽ വലിയ വിജയം സംഭവിക്കാൻ പോവാ. ഹല്ലേലൂയ. പല വീടുകൾക്കകത്തും മനസ്സിലായോ, ഛിദ്രിപ്പിനെ പിശാച് അഴിച്ചുവിട്ടിരിക്കുക. എന്നോട് ദൈവാത്മാവ് പറയും, ആദ്യം ഇന്ന് ശുശ്രൂഷിക്കണം, ഐക്യതയ്ക്കെതിരെ പോരാടുന്ന കറുത്ത കൈകളെ ഇന്ന് ബന്ധിക്കണം. ആശയങ്ങൾ ചേരാതെ, മനസ്സുകൾ ചേരാതെ, ഹൃദയങ്ങൾ ചേരാതെ, വാക്കുകൾ ചേരാതെ വീട്ടിൽ ഭിന്ന അഭിപ്രായം അഴിച്ചുവിടുന്ന ചില അന്ധകാര ശക്തികൾ, വാഗ്വാദങ്ങൾ അഴിച്ചുവിട്ട് കൂടാരത്തിനകം പടക്കളമാക്കി മാറ്റുന്ന ചില ദുഷ്ടന്റെ ആധിക്യങ്ങൾ ഇന്നത്തെ ആരാധനയിൽ ദൈവം ശാസിക്കുക. ഞാൻ വീട്ടിലുള്ളവരോട് സ്നേഹത്തിലൊരു കാര്യം പറയാം. നിന്റെ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു, സുഖമുള്ള കാര്യമല്ല പറഞ്ഞേ, ഭർത്താവും സൂക്ഷിച്ചോണം, സുഖമുള്ള കാര്യമൊക്കെ പറയാവൂ. സുഖമുള്ള കാര്യമല്ല പറഞ്ഞേ, ഉടനെ ഭാര്യ അതിൻ്റെ അറ്റത്ത് പിടിക്കരുത്. സ്തോത്രം. ചില വീടുകളിൽ സ്ഥിരമായിട്ട് നമുക്ക് പരിചയമുള്ള ചില വീടുകൾ നമ്മൾ ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോയില്ലേ അവിടെ ഫുഡ് കഴിക്കാൻ പറ്റുകയില്ല. കാരണം എപ്പോഴാണ് ആകാശം ഭാഗികമായി മേഘാവൃതമാകുന്നതെന്ന് അറിയാൻ പറ്റുകയില്ല. ഒറ്റ വാക്കെ പിടിച്ച അത് ആരിയ്ക്കുന്നൊന്നും വിഷയമല്ല, വിടുകയില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാനും ഒരു അച്ഛനും കൂടെ ഒരു വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. അപ്പോൾ പുള്ളി പറഞ്ഞ് എന്തോ വാക്ക് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ വാതിൽ ഒറ്റ അടയടച്ചിട്ട് മേളിൽ വെച്ചിരുന്ന ഒരു സ്തോത്രം, ഒരു ടോയ് ഉരുണ്ട് താഴെ വീണു. അതെല്ലാം പുള്ളിക്കാരൻ പറയുക, അമർഷം കാണിക്കുക, അവിടെ ദേഹത്ത് സാധനം ഉണ്ട് പാസ്റ്ററെ. ഞാൻ പറഞ്ഞ, അച്ഛൻ മിണ്ടായിരി, ഇനി ഉണ്ടേലും ഉണ്ടെന്ന് പറയാവോ?
ഞാൻ പ്രയർ കഴിഞ്ഞ് പോയി. ആ വീട് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ശാന്തതയുള്ള വീടാ സ്വർഗം. നീ ഒരു വാക്ക് ഭാര്യ ഒരു വാക്ക് അങ്ങ് പറഞ്ഞു പോയി. ക്ഷമിക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ്. ഒരു 5 മിനിറ്റൊക്കെ മുഖം വീർപ്പിച്ചിരുന്നു, അത് ഭർത്താവിൻ്റെ ഒരു ജാടയ്ക്ക്. പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ മോളെ ഒരു ജ്യൂസ് എന്ന് പറഞ്ഞ് അങ്ങ് ചെന്നേക്കണം. നന്നായിട്ട് ജീവിക്കണേ മതി. അവിടെ മിണ്ടുന്നില്ല, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം വീടിനകത്തെ ഏറ്റവും വലിയ പ്രത്യേകത, അപ്പൻ ഒരു തട്ടത്തിലാന്നേ മോള് വേറൊരു തട്ടത്തിൽ, മരുമോൻ വേറൊരു തട്ടത്തിൽ. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു രസകരമായൊരു സംഭവം ഉണ്ടായേ. ഒരു ഫാമിലി പ്രോബ്ലം ഞാൻ തീർക്കുക. 6 വട്ടം തീർത്തു, 6 വട്ടം. അപ്പം മകന് ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന. അപ്പം ആ വീട്ടിലൊരു മോളുണ്ട്. അവൾ തൊടുന്നതിന് പിടിക്കുന്നതിനെല്ലാം ഈ വന്ന കൊച്ചിനെ ഇങ്ങനെ ശൂന്യാകാശത്ത് നിർത്തിയിരിക്കുക. നമുക്ക് പറയുമ്പം കേൾക്കുമ്പം തന്നെ അറിയാം. ഞാൻ അവസാനം ഗതി കേട്ട മോളോട് പറഞ്ഞെടി, നിന്റെ കല്യാണം ഉടനെ ഉണ്ട്, നീ ഇവിടെ വിതച്ചാൽ സൂപ്പർ സാധനത്തിൻ്റെ കയ്യിലെ നീ ചെല്ലത്തുള്ളൂ. അവൾ ഒരു കല്യാണം കഴിച്ചു. ഇവളെ ആണിപ്പുറത്ത് നിർത്തുന്നവളാണ് സൂചിപ്പുറത്ത് നിർത്തുന്ന അമ്മായിയമ്മയുടെ കേട്ട കൊടുത്തേ. അവളും ഒരു ദിവസം എന്നെ കാണാൻ വന്നേച്ച് പറഞ്ഞു, പാസ്റ്ററെ ഇത്രയും ഞാൻ വിചാരിച്ചില്ല. ചിലതൊക്കെ ചെയ്യുമ്പോൾ ഓർത്തോണം, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതുകൊണ്ട് ആവശ്യമില്ലാതെ വിതയ്ക്കാതിരിക്കുന്നതാ നല്ലത്. വല്ല വീട്ടിൽ നിന്ന് വന്ന മക്കളെയൊക്കെ ശൂന്യാകാശത്ത് കയറ്റി നിർത്തരുത്. പൊന്നമ്മച്ചി അപ്പച്ച വെള്ളത്തിന് പിന്നെ സ്തോത്രം വെള്ളമെന്ന് ചോദിക്കുമ്പോൾ ഒഴിച്ചു തരാൻ ആരും കാണത്തില്ല. ഓൾഡ് ഏജ് ഹോംകാർ വരേണ്ടി വരും. അതുകൊണ്ട് തുറന്നൊക്കെ പറയുക, നമ്മുടെ നല്ലൊരു ആയുസൊക്കെയാ അത് മക്കളെയും മരുമക്കളെയൊക്കെ. മരുമൊക്കെ ഇച്ചിരി കുഴപ്പമുണ്ടെന്നേ, അത് നന്നാക്കാനാണ് നിനക്ക് പ്രാർത്ഥനാവരം തന്നേക്കുന്നത്. രൂത്തിൻ്റെ കാര്യം നിങ്ങൾ കേട്ടോ. അവർ ഒന്നിച്ചു ചേർന്ന് ബേദലഹേമിലേക്ക് നടന്നെന്ന. രൂത്തും നവോമിയും കൂടെ സത്യത്തിൽ ഒരു ഓയിൽ സാരിയേ ഉള്ളു ഈ നവോമിക്ക്, ഒന്നുമില്ല. പക്ഷെ എങ്കിലും അവൾ സേവിക്കുന്ന ദൈവമാ രൂത്തിൻ്റെ വിഷയം. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, പ്രവചനം കേൾക്കുന്ന ചിലരോട്, ഐക്യത എവിടെയുണ്ടോ അവിടെ വിജയമാണ്. നിനക്ക് വാഗ്ദത്തം നിവർത്തിക്കാൻ ദൈവം തയ്യാറാ. ഒന്ന് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. സമയം വളരെ പോകുന്നല്ലോ, വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോവാം. ഒരു വാക്യം കൂടെ. അപ്പോൾ വാഗ്ദത്തം നിവർത്തിക്ക് എന്തോ വേണം? ഐക്യത വേണം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അതിനുള്ള സമയം കൂടെ ഉള്ളൂ. എന്നിട്ടൊരു ദൂത് പറയാനുണ്ട് നിങ്ങളോട്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അർദ്ധരാത്രിക്കോ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇവിടെ പൗലോസും ശീലാസും ബന്ധനത്തിലാണ്. ബന്ധനം എന്താണെന്നറിയാമോ? കാലുകൾ ആമത്തിലാണ്, കൈകൾ ചങ്ങലയിട്ടിരിക്കുകയാണ്. കാലുകൾ ആമത്തിൽ വീണാലും കൈകൾക്ക് ചങ്ങല വീണാലും പ്രാർത്ഥിക്കാൻ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ ഏതു ചങ്ങലയും പൊട്ടും. രണ്ടാമത്തെ ദൂത്, നിനക്ക് വിടുതൽ കിട്ടുവാൻ ഒരൈക്യത വേണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാ പറയുക, ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിലും നിങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സഭയിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് ഇവിടുന്ന് കഴിയുന്നതിന് മുമ്പ് നീ തിരിച്ച് ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു മഹാത്ഭുതം കാണാൻ പോവുക. തിരിച്ച് നീ നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മഹാത്ഭുതം കാണാൻ പോവുക. കാരണം ഐക്യതയുടെ പ്രയർ. ഹല്ലേലൂയ. ഒരിക്കലും മാറാത്ത കടബാധ്യത നിനക്ക് മാറ്റി കിട്ടും. ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ മതി. ഒരിക്കലും അഴിയാത്ത നില ബന്ധനം അഴിഞ്ഞു കിട്ടും. നാം പ്രാർത്ഥിച്ചാൽ മതി, ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ മതി. ബന്ധനം അഴിയുക മാത്രമല്ല, സ്നാനം നടക്കുകയും ചെയ്യും. ഒരാമീൻ പറഞ്ഞാട്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അർദ്ധരാത്രിക്കോ വായിച്ചാട്ടെ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അർദ്ധരാത്രി ആയപ്പോൾ പൗലോസ്, ഞാൻ ചോദിക്കുക, പ്രശ്നങ്ങളില്ലാത്തപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷെ പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കാൻ മാനസിക നില പോരാ. പക്ഷേ എത്ര മാനസിക നില പോരായെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഐക്യതയോടെ പ്രാർത്ഥിക്കണം, കൈ കോർത്ത് പ്രാർത്ഥിക്കണം, കരം കോർത്ത് പ്രാർത്ഥിക്കണം. നിനക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഐക്യതയുള്ള, നിനക്ക് യോജിക്കുന്ന, നിനക്ക് ഇഷ്ടമുള്ള, നീ വിശ്വസിക്കുന്ന. എപ്പോഴും ഓർക്കണം, ദൈവം കഴിഞ്ഞാൽ ദൈവദാസന്മാരെ വിശ്വസിക്കണം, ദൈവ വേലക്കാരെ വിശ്വസിക്കണം. അവർ പ്രാർത്ഥിച്ചാൽ നിനക്ക് വിടുതല.
വിശ്വസിക്കാത്ത നിനക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിനക്ക് വിശ്വാസമുള്ള 2 or 3 പേരെ ഒന്ന് വിളിച്ചു കൂട്ടണം. അല്ലേ പറയണം, പാസ്റ്ററെ ഞാൻ അങ്ങോട്ട് വരുവാ, എനിക്കൊന്ന് കൈകോർത്ത് പ്രാർത്ഥിക്കണം, ഒന്ന് കരം കോർത്ത് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ നിന്നേ വിടുതലാകും നിങ്ങൾക്ക്. എനിക്കെന്തോ ദൈവാത്മാ പറയാം, അഴിയാത്ത ആമങ്ങൾ അഴിയും, അഴിയാത്ത ചങ്ങലകൾ അഴിയും. ദൈവാത്മാ പറയാം, നിന്നെ കുരുക്കിയിട്ട കുരുക്ക് ഐക്യത തമ്മി പഴിക്കുന്നത് നിർത്ത്. ശീലാസെ നീ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നെന്ന് പറയുന്നത് നിർത്ത്. പൗലോസെ ഇങ്ങനെ ചെയ്യേണ്ടെന്ന് പറയുന്നത് നിർത്ത്. നമ്മൾ അകപ്പെട്ട കുരുക്കിൽ നിന്ന് നമുക്കൊരു വിടുതൽ വേണം. ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരു വീട്ടിൽ, നിങ്ങളെ വീട്ടിൽ 2 or 3 or 4 പേരുണ്ടെങ്കിൽ അവരെ ഒന്നിച്ച് ഐക്യമത്യപ്പെടണം. ഒരാമയും പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര സന്തോഷം തോന്നിയപ്പം പേരൻസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾ അതുപോലൊന്നും ചെയ്യണമെന്നല്ല. ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കുടുംബ പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചു. കുടുംബ പ്രാർത്ഥന ഒരു ബിസിനസ്സുകാരാ ഉണ്ടെന്ന് പറഞ്ഞു. എപ്പോഴാ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞു? രാത്രി 2 മണിക്കാന്ന് പറഞ്ഞു. എന്തുവാ രാത്രി? ഞാൻ ചോദിച്ചു അതെന്നാ ഈ 2 മണിക്ക്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഈ 3 മണിക്ക് പ്രഭാത പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, 4 മണിക്കുണ്ട്, 5 മണിക്കുണ്ട്, 6 മണിക്കുണ്ട്, 7:30-ക്കുണ്ട്, 8:30-ക്കുണ്ട്. ഉണ്ടെന്നില്ല. 9-നും നമ്മൾ മനമേ പക്ഷിക 9-നാ പാടുന്നത്. പക്ഷി ഉണർന്നൊരു ചാപ്പാട് കഴിഞ്ഞ് അടുത്തുറക്കമായപ്പോഴാണ് നീ മനമേ പറഞ്ഞു വരിക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പാസ്റ്റേ എനിക്ക് 3 ആമ്പിള്ളാരാ, ഇവന്മാർക്ക് ഈ സമയത്തിനുറങ്ങാനും സമയത്തിനുണരാനും അറിയത്തില്ല. ഇവന്മാർ 2:30 കിടക്കത്തുള്ളൂ. ഒറ്റ ദിവസം ഇവന്മാർ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഞാനും ഭാര്യയും തീരുമാനിച്ചു, 2 മണിയാകുമ്പോൾ ഇവന്മാരുടെ കമ്പ്യൂട്ടർ മുറിയിലോട്ടങ്ങ് ഇടിച്ച് കയറുക. ഇവന്മാർ ഉറങ്ങുന്നതിന് മുമ്പേ പ്രഭാത പ്രാർത്ഥന. പിന്നെ നിനക്ക് സൗകര്യമുള്ള എഴുന്നേരം അവിടെ മിണ്ടുന്നില്ല. ഇപ്പം അവന്മാർക്ക് ഇൻട്രസ്റ്റ് ആയി 2-ന്. ഇപ്പം ഈ മൂത്തവൻ വന്ന് പറഞ്ഞെന്നാ പറയുന്നത്, ഞാൻ നേരത്തെ ഉറങ്ങാൻ അപ്പം പ്രാർത്ഥിക്കണമെന്ന്. അവിടെ മിണ്ടുന്നില്ല. മനസ്സിലായോ? ആ അപ്പൻ്റെ അമ്മയുടെ യുക്തി കണ്ടോ? രാവിലെ 6-ന് എഴുന്നേക്കാത്തവൻ തല്ലിക്കൊന്ന് അവിടെ വലിയ അടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാക്കിയല്ല. ഇവൻ്റെ 2 മണിക്ക് അപ്പനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. മിണ്ടുന്നില്ല. എന്താ ഇവിടുത്തെ കാര്യം? പ്രാർത്ഥിക്കുന്ന നീ വിടരുത്. നിന്റെ വീട്ടിൽ ഐക്യതയുണ്ടാക്കണം, ഒരുമയുണ്ടാക്കണം. നിനക്കൊരു പ്രശ്നം വന്നാൽ നിന്റെ വീട്ടിൽ പലയിടത്തുള്ള ആൾക്കാർ ഒരുമയോടെ പ്രാർത്ഥിക്കണം. നിന്റെ കുഞ്ഞുങ്ങളെ വാട്സാപ്പിൽ കിട്ടുമല്ലോ, വീഡിയോ കോൾ വിളിക്കണം. ലണ്ടനിലുള്ള മോനെ വിളിക്കണം, ജർമ്മനിലുള്ള മോനെ വിളിക്കണം, അമേരിക്കയിലുള്ള മോനെ വിളിക്കണം, മരുമോനെ വിളിക്കണം. എല്ലാവരെയും ഒന്നിച്ച് ലൈനിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് അന്യഭാഷ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് വീടുണ്ടാകട്ടെ, നിനക്ക് വാഹനം ഉണ്ടാകട്ടെ, നിനക്ക് സന്തതി ഉണ്ടാകട്ടെ, നിനക്ക് നന്മ ഉണ്ടാകട്ടെ. പ്രാർത്ഥിര്. നിനക്ക് വിടുതൽ നടക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഉടനെ വിടുതലുണ്ടെന്ന് പറ. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയാം, ചില വീടിനെ നശിപ്പിക്കുന്ന ചിദ്രിപ്പിൻ്റെ ആത്മാവ് ഇന്നത്തെ ആരാധന പൊട്ടിമാറാൻ പോവുക. വാക്കിനോട് വാക്ക് ചേരാത്ത ഒരു വിടുതലെടുത്ത് ആരാധനയിൽ ഒരു വിടുതലെടുത്ത് സഭ ഒരു വിടുതലെടുത്ത് രജസിഖമന ഒന്ന് ആത്മാവി പോലെ ലൈവി കാണുന്നവര് ഒരാമീനൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ചിദ്രിപ്പിൻ്റെ ആത്മാവ്, വിഘടിപ്പിൻ്റെ എനിക്കറിയത്തില്ല. ദൈവം ഐക്യത ഉണ്ടാക്കണം നിന്റെ വീട്ടില്, ഐക്യത ഉണ്ടാക്കണം നിന്റെ വീട്ടില്, ഐക്യത ഉണ്ടാക്കണം നിന്റെ വീട്ടില്. ഇനി അത് വിടുക, അടുത്ത കാര്യം പറയാതെ നിർത്താൻ പറ്റത്തില്ല. അപ്പം പ്രാർത്ഥനയിൽ എന്തു വേണം? ഒരു വലിയ ഭാഗമുണ്ട്, വായിക്കാൻ നേരമല്ലേ. യോശുവയോട് മോശ പറഞ്ഞു, ജനത്തെ തെരഞ്ഞെടുത്ത് യുദ്ധത്തിന് പൊക്കോ. അഹരോനും ഹൂരിനോടും പറഞ്ഞു, എൻ്റെ കൂടെ പർവ്വതത്തിൽ കയറാൻ പറഞ്ഞു. എന്തിനാ? ഞാൻ അങ്ങോട്ട് കൈ പൊക്കി പിടിക്കും. എൻ്റെ കൈക്ക് വല്ല തളച്ചാൻ വന്നാൽ കയറി താങ്ങിയേക്കണം. നമുക്ക് 3 കൂടെ പ്രാർത്ഥനയുടെ പർവ്വതത്തെ നിൽക്കാം. യോശുവേ നീ യുദ്ധത്തിന് പോ. ഞാനിവിടെ ഒരു വെളിപ്പാട് പറയാം, പ്രാർത്ഥിക്കാൻ ചിലർ നിൻ്റെ കൂടെ എഴുന്നേക്കും. നിന്റെ സന്തതിയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിന്റെ കൂടെ ചിലർ എഴുന്നേക്കാൻ പോവുക. യേശു മറുരൂപമല്ലേ പറയാം, പത്രോസേ യാക്കോബേ യോഹന്നാനെ കേറി വാ, നമുക്ക് മലമുകളിലൊന്ന് പോകാം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, ഒരു ഐക്യത എവിടെയുണ്ടോ? ബൈബിളിൻ്റെ സിസ്റ്റം 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്.
കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പം ഞാൻ വീണ്ടും ഒരു പദം കൂടെ പറയുക. എനിക്കെന്തോ വലിയ ബോധ്യം ദൈവം തരുക. വർഷങ്ങളായിട്ട് വീടുകൾക്കകത്ത് ഛിദ്രിപ്പഴിച്ചു വിട്ട ചില ദുഷ്ടശക്തികൾ ഇന്ന് ബന്ധിക്കപ്പെടും. ഇന്ന് ബന്ധിക്കപ്പെടും. സിംഹത്തിൻ്റെ വാ മാത്രമല്ല, നിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില വാകളെ ദൈവം അടയ്ക്കും. ഞാൻ വെളിപ്പാടാ പറയുന്നത്. ഞാൻ ആ ദൂത് കഴിഞ്ഞ് ഈ 2 ആഴ്ച ശിഷ്യന്മാരിലേക്ക് പോകാൻ പോയതാ. പക്ഷെ യേശു എന്നോട് പറയുന്നു, നിർത്തരുത്, ആ ഭാഗം നിർത്തരുത്, ആ ഭാഗം നിർത്തരുത്. ആ ഛിദ്രിപ്പിന്റെ ആത്മാവ്, വിഘടിപ്പിന്റെ ഒരു വിടുതലെടുത്തേച്ചാൽ നിർത്താവൂ, ഒരു വിടുതലെടുത്തേച്ചാൽ നിർത്താവൂ. എന്നോട് ദൈവാത്മാവ് പറയുക, നിന്റെ വീടിന്റെ അടിസ്ഥാനം വരെ ഇന്ന് ദൈവശക്തി വ്യാപരിക്കും. നിന്റെ വീടിനകത്ത് തമ്മിൽ ചേരാത്ത അവസ്ഥ, ആ പൊട്ടുന്ന വെളിപ്പാട്. യെസ്, ഓ വന്നതും നിന്നതും എല്ലാം പ്രതികൂലം. ദൈവം പറയാം, അത് അഴിയാൻ പോവുക. നിന്റെ വീട് യുദ്ധക്കളമാക്കുന്ന ആ സാത്താന്യ വ്യാപാരം തിരിച്ചറിഞ്ഞ രാമിയും പറ. ഇന്ന് ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും, വീണ്ടും ഞാൻ പറയാം, ആരെങ്കിലും ഛിദ്രിപ്പിൻ്റെ ആത്മാവുള്ള വീടുണ്ടെങ്കിൽ നിങ്ങൾ ഇവരോട് ഈ ദൂത് കേൾക്കാൻ പറയണം. ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നോട് ദൈവാത്മാവ് ഒരു ദൂത് പറയും, ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ വീട്ടിൽ നിന്നൊരു ഡാർക്ക്നെസ് ഇറങ്ങിപ്പോവും. ഇന്ന് നീ ഇവിടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനെ അവതാളത്തിലാക്കിയ നീ ആരാധനയ്ക്ക് വരുമ്പോൾ വിടുതലുണ്ട്, ഉപവസിക്കുമ്പോൾ വിടുതലുണ്ട്. പിന്നെയും പിന്നെയും നിന്റെ വീടിനകത്തെ ആ ഐക്യതയെ കെടുത്തിക്കളയുന്ന ആ ദുരാത്മാവിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ കണ്ടോ കണ്ടോ. ഇവിടെ ഇരിക്കുന്ന ചിലർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കുക. ഇവിടെ ഇരിക്കുന്ന ചിലർ ഇവിടെ നിത്യതയ്ക്ക് വിളിക്കപ്പെട്ടവരാ നിങ്ങൾ. നിങ്ങളുടെ അകത്ത് ഛിദ്രിപ്പിടുന്ന, വിഘടിപ്പിടുന്ന ആ ദുഷ്ടശക്തി കണ്ടോ കണ്ടോ. ചിലരെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് നിറയ്ക്കുന്നു. നിന്റെ വീട്ടിൽ ഇനി ആ സ്പിരിറ്റ് വേണ്ട, നിന്റെ വീട്ടിലെ മന്ത്രവാദം വേണ്ട, നിന്റെ വീട്ടിലെ ആഭിചാരം വേണ്ട. നിന്റെ കുടുംബത്തെ ഛിദ്രിപ്പിലാക്കിയതാ. ഇവിടെ ഇരിക്കുന്ന ചിലരെ അഹരോന്റെ തലയിൽ ഒഴിച്ച അഭിഷേക തൈലം താടി വഴി ഒഴുകിയതുപോലെ ഇന്ന് ചില ശരീരത്തിൽ അഭിഷേകം ഒഴുകുന്നു. പൊട്ടുന്നു. അവിടെ 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 പരിശുദ്ധാത്മാവ്. അങ്ങനെ ഒരു നിമിഷം ശ്രദ്ധിച്ചേ. അടുത്ത ഭാഗത്ത് പോകുന്നില്ല. കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പം ഈരണ്ടായിട്ട് അയച്ചു. 2 പേര് പോകാൻ പറഞ്ഞു. സുന്ദരൻ ദേവാലയ ഗോപുര വാതിൽക്കലെ മുടന്തനോട് പത്രോസും യോഹന്നാനും ഒന്നിച്ചാ പോയെ. അവരൊന്നിച്ച് പറയാ, വെള്ളി ഞങ്ങൾക്കില്ല, പൊന്ന് ഞങ്ങൾക്കില്ല, അതിനേക്കാൾ വിലയുള്ളത് ഞങ്ങൾക്കുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ശുശ്രൂഷയ്ക്ക് അയച്ചത് 2 പേരെയാ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഒരു ഏലിയാവിൻ്റെ പുറകെ ഒരു ഏലിശ നടക്കുക. എന്തുവാണ് ലക്ഷ്യം? നീ ഇവിടെ യോർദാനി പാർക്ക, എന്നാണ് നിന്നാണ് ഞാൻ വിടുകയില്ല, നിന്റെ കൂടെ ഞാനുണ്ട്. നിന്റെ മേൽ പകർന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഇന്ന് പകൽ കൊതിക്കുന്ന ചിലരോട് ദൈവം പറയുക, ഇനി നിന്റെ വീട്ടിലെ ഛിദ്രിപ്പ് വേണ്ട, നിന്റെ വീട്ടിലെ വിഘടിപ്പ് വേണ്ട. ഇനി ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് പറയുക, ആ ഐക്യതക്കേട് നിന്റെ വീട്ടിൽ നിന്ന് പൊട്ടാൻ പോവുക. ഇത് സാത്താന്റെ തന്ത്രവാ. കുടുംബങ്ങളെ വിഘടിപ്പുള്ള ആൾക്കാരോട് ഞാൻ പറയാം, എല്ലാം മറന്ന് തമ്മി സ്നേഹിക്കാൻ പഠിക്കണം. അടുത്തിരിക്കുന്ന നല്ല തൊട്ടേച്ച് പറയാം, എല്ലാം മറന്ന് തമ്മിൽ. എനിക്ക് കൈതാ മോനെ, ഏതെങ്കിലും ഒരു കൈതാ. എല്ലാം മറന്ന് തമ്മി. നിങ്ങളുടെ വീടിനകത്ത്
ഇനി അതുണ്ടാകാൻ പാടില്ല. വാഗ്ദത്തം നിറവേറാൻ സമയമായി. വിടുതൽ വെളിപ്പെടാൻ സമയമായി. നിന്റെ വീട് ആനന്ദിക്കാൻ സമയമായി. ദൈവത്തിനറിയാം നിന്റെ വീട്ടിലൊരു മഹാത്ഭുതം നടക്കാൻ പോവാ. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ആ ചിന്തിരിപ്പ് വിട്ടുപോകും. നിന്റെ വീട്ടിൽ വാഗ്ദത്ത നിവർത്തി ഉടനെ നടക്കും. നിന്റെ കുടുംബത്തിൽ ഉടനെ വാഗ്ദത്ത നിവർത്തി നടക്കും. നിന്റെ തലമുറയിൽ ഉടനെ വാഗ്ദത്ത നിവർത്തി നടക്കും. ചിലർക്ക് യാത്രകൾ ഒരുക്കപ്പെടുന്നു, ചിലർക്ക് ഭാവി ഒരുക്കപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ